എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാരങ്ങ ഈന്തപ്പഴ അച്ചാറാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നാരങ്ങ ആദ്യം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തട്ട് വയ്ക്കുക. അതിന് മുകളിലേക്ക് നാരങ്ങ വെച്ച് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുള്ളത്, 5 വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുത്താൽ നാരങ്ങ അത്യാവശ്യം നന്നായിട്ട് പുഴുങ്ങി കിട്ടും. 5 വലിയ നാരങ്ങ എടുക്കുമ്പോൾ ഏകദേശം ഒരു 10 വലിയ ഈന്തപ്പഴം എടുക്കാം. ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് മുറിച്ച് വയ്ക്കാം. ഈന്തപ്പഴം കൂടുന്തോറും ടേസ്റ്റ് കൂടും. കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. 2 തുടം വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളിയുടെ അളവ് കുറച്ച് കൂട്ടുന്നത് നല്ലതാണ്. 3 മുതൽ 6 വരെ പച്ചമുളക് എടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം. ആവി കയറ്റിയ നാരങ്ങ ചൂടാറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുത്ത് മാറ്റി വയ്ക്കണം. കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വയ്ക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യണമെങ്കിലും ചെയ്യാം, നല്ലെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായി ഒന്ന് പൊട്ടി വരണം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉലുവപ്പൊടിയൊന്നും കൂടി പോകണ്ട, കയ്പ്പ് കൂടുതലായിരിക്കും. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഏകദേശം 1 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. അതിൽ തന്നെ പച്ചമണം എല്ലാം മാറിക്കിട്ടും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് നല്ലതുപോലെ തിളച്ച് വരും. നല്ലപോലെ തിളച്ച് വരുന്നത് മാത്രമല്ല, ഈ ഒരു ചാറ് നല്ലപോലെ കുറുകിയും വരും. കുറച്ചൊന്ന് തീ കൂട്ടി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ വിനാഗിരിയും ഈ പൊടികളും കുറുക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു 2 മിനിറ്റിൽ തന്നെ ഇതിങ്ങനെ കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയും ഈന്തപ്പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയും ഈന്തപ്പഴവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഈന്തപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിൻ്റെ ഇരട്ടിയാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഈന്തപ്പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ പോലും പഞ്ചസാര ചേർക്കുമ്പോഴാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. എന്നാൽ ഒരുപാടങ്ങ് മധുരിക്കത്തുമില്ല. ഇതുണ്ടാക്കി പിറ്റേ ദിവസവും അപ്പം തന്നെ ഒന്ന് സെർവ് ചെയ്യാൻ പറ്റുന്ന അച്ചാറല്ല. ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിലേക്കുള്ള ഉപ്പും പുളിയും മധുരമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അതുപോലെ ആ ഒരു നാരങ്ങയും അലിയും ഈന്തപ്പഴം എല്ലാം അലിഞ്ഞ് നല്ല ടേസ്റ്റിൽ വന്നത് ഒരാഴ്ച തൊട്ട് 2 ആഴ്ചയിലാണ്. ഒരാഴ്ചയിലൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴാണ് നാരങ്ങയും ഈന്തപ്പഴം എല്ലാം അത്യാവശ്യം നന്നായി സോഫ്റ്റായിട്ട് വരുന്നത്. നാരങ്ങയും ഈന്തപ്പഴമൊക്കെ സോഫ്റ്റായി വന്നാൽ മാത്രമേ അതിലേക്ക് ഇതെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അച്ചാർ കിട്ടുള്ളൂ. 15 മിനിറ്റ് ചെറിയ തീയിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ചേർത്ത് കൊടുത്ത ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് എല്ലാത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി പുറത്ത് വയ്ക്കാം. ഈ ഒരു അച്ചാർ ചീത്താവില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വേണം എടുത്ത് സെർവ് ചെയ്യാൻ. അപ്പോഴാണ് അത്യാവശ്യം നല്ല മധുരവും പുളി ഉപ്പൊക്കെ ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു അച്ചാർ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു നാരങ്ങ ഈന്തപ്പഴ അച്ചാർ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു 5 നാരങ്ങയും ഒരു 10 ഈന്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 250 ഗ്രാം അച്ചാർ നമുക്ക് കിട്ടും. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.